ഹെസക്കിയ ഏറ്റവും നല്ല ഉദാഹരണം. ചെറുപ്പപ്രായത്തിൽ ഒരു കുഞ്ഞിൻ്റെ കാല് കാണുവാൻ ഹെസക്കിയ ദാഹിച്ചിരുന്ന്, ഞാൻ സമാധാനത്തിനായി കാത്തിരുന്ന്, വന്നതോ കയ്പ്. In his young age, God called him for eternity. It was the appointed time. അത് ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരമുള്ള സമയമായിരുന്നു. രോഗം കൊടുത്ത് അങ്ങോട്ട് ദൈവം വിളിച്ചു. അനർത്ഥം കാണും മുമ്പ് നീതിമാൻ ചിലപ്പോൾ ഒഴിഞ്ഞു പോകും. ബൈബിൾ വചനം കുഞ്ഞുങ്ങൾക്ക് അമ്മയുടെ മാറിലെ പാല്. ചെറുപ്പക്കാർക്ക് ഈ വചനം സൃഷ്ടിതാവും. അധ്യാപകന് ഇതൊരു സർവകലാശാല. ദേശം ഭരിക്കുന്ന പ്രൈം മിനിസ്റ്ററിന് ഇതാണ് പാർലമെൻറ്റും കോൺസ്റ്റിറ്റ്യൂഷനും. ഇതാണ് പാർലമെൻറ്റും കോൺസ്റ്റിറ്റ്യൂഷനും. ഇത് വിട്ടു മാറിയാൽ പിടിച്ചു നിന്നെന്ന് വരാം, ശിക്ഷ ഭയങ്കരമായിരിക്കും. ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കാരണം ഈ സത്യം, ഈ മർമ്മം, സുവിശേഷം എന്നുള്ള മർമ്മം റോമർക്കെഴുതിയ ലേഖനം 1-ാം അധ്യായം 19, 20, 21 വചനങ്ങൾ എല്ലാവരും ബൈബിൾ താളെടുത്ത് വരയ്ക്കണം. വീട്ടിൽ പോയി 10 പ്രാവശ്യങ്ങൾ വായിക്കണം. ഇത് അറിഞ്ഞില്ല ബ്രദറേ, ഞാൻ അവിടെ പ്രാർത്ഥനയ്ക്ക് വരുന്ന ആളല്ലേ, ഇത് അറിഞ്ഞില്ലേ എന്ന് ആരും പറയരുത്. അവിടെ ഇംഗ്ലീഷിൽ രേഖപ്പെടുത്തും, നോ എക്സ്ക്യൂസ്. അവർക്ക് പ്രതിവാദമില്ല. കാരണം അദർശ്യനായ ദൈവം അതിലുണ്ട്. ഭയങ്കര വചനങ്ങളാണ്. അദർശ്യനായ ദൈവം തൻ്റെ നിത്യ ശക്തിയും ദൈവത്വവും ലോക സൃഷ്ടി മുതൽ, ആമേൻ, ദൈവത്തിൻ്റെ പ്രവൃത്തികളാൽ മനുഷ്യന്റെ ബുദ്ധിക്ക് തെളിവായി വെളിപ്പെട്ടിരിക്കുന്നു. അപ്പൊ ഇത് അറിഞ്ഞില്ല, യേശുവിനെ കുറിച്ച് കേട്ടില്ല എന്ന് കേൾക്കാത്തവനും പറയുവാൻ പറ്റത്തില്ല. അവന്റെ ഉള്ളിലെ മനസാക്ഷിയുടെ ഉള്ളിൽ ശരിക്കുമുള്ള ദൈവത്തെക്കുറിച്ചുള്ള ഗ്രാമർ ദൈവം സ്ഥാപിച്ചിട്ടുണ്ട്. അത് അവൻ അറിഞ്ഞേ മതിയാവുകയുള്ളൂ. മനസ്സിലായോ? മനസ്സിലായോ? റോമർ 1-ാം അധ്യായം 19, 20, 21 അവിടെ സ്ട്രോങ് ആയുള്ള വചനം, നിനക്ക് വേറെ പ്രതിവിധി ഇല്ല എന്നാണ്. ആർഗ്യൂ ചെയ്യാൻ പറ്റത്തില്ല. ലോക സ്ഥാപനം മുതൽ നിന്റെ ഉള്ളിൽ സത്യം ഏതെന്ന് അറിയുവാനുള്ള ബുദ്ധിയെ ഞാൻ വച്ചിട്ടുണ്ട്. ദൈവം അരുളി ചെയ്യുന്നു, നോ എക്സ്ക്യൂസ്. അതുകൊണ്ടാണ് ഹെസക്കിയ മൂക്കിൻ്റെ മുകളിൽ വെള്ളം കയറിയപ്പോഴും അവൻ്റെ രാജ്യത്തെ ഉപരോധിച്ച് യുദ്ധത്തിന് വന്ന ശത്രു രാജാവ് തൻ്റെ മൂക്കിൽ കൈവച്ച് പറയുന്നു, ഓ, ഇവൻ ആശ്രയിക്കുന്ന ആശ്രയം എന്ത്? 2 രാജാക്കന്മാർ 18-19. ശത്രുക്കൾ ഉപരോധമുണ്ടാക്കി അനങ്ങാൻ പറ്റത്തില്ല. അപ്പോഴും ഹെസക്കിയ പറയുന്നു, ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു, 2 രാജാക്കന്മാർ 18-ാം അധ്യായം 15-ാം വചനത്തിൽ, ദൈവമേ, നീ ഒരുവൻ മാത്രം സകല രാജ്യങ്ങൾക്കും ദൈവമാകുന്നു.
ഇപ്പോൾ പട്ടിയുടെ മൂലത്ത് ഒരു കൊതു കടിച്ചാൽ മതി ആരാധന മുടക്കാൻ ആളുകൾ. അല്ല, ഇവൻ്റെ മൂക്കിൻ്റെ മുകളിൽ വെള്ളം പൊങ്ങി ഇനി ശ്വാസം പോകുന്ന അവസ്ഥയിലും പറയുന്നത്, നീയാണ് ദൈവം, നീയാണ് സകല രാജ്യങ്ങൾക്കും ദൈവം, നീയാണ്. ശത്രു അമ്പരന്ന് മൂക്കിൽ കൈവച്ച് നിൽക്കുന്ന മിസ്റ്റർ ഹെസക്കിയ, വാട്ട് കോൺഫിഡൻസ് ഡു യു ഹാവ് amidst this enmity and forbidding? നീ ആശ്രയിച്ചിരിക്കുന്ന ആശ്രയം എന്ത് എന്ത് എങ്ങനെ കിട്ടി? സർവ സൃഷ്ടിയുടെ ഉള്ളിലും ദൈവം, അദർശ്യനായ ദൈവം, തൻ്റെ ദൈവത്വം, തൻ്റെ നിത്യ ശക്തി. ഇന്ന് മന്ത്രി, നാളെ തെരുവിലെ തട്ടുകട. ഇതാണ് ആളുകളുടെ അവസ്ഥ. ഈ ദൈവം നിത്യ ശക്തൻ. ഒരു നാൾ വരും, ഒരു നാൾ വരും, ഒരു പുസ്തക ചുരുളിനെ പോലെ നീ കാണുന്ന ആകാശത്തെയും ഭൂമിയെയും ഈ ദൈവം ചുരുട്ടുന്ന നാൾ. വെളിപ്പാട് പുസ്തകം 6:14. He will roll off the sky and the earth just like a book scroll. ഒരു നാൾ, അതാണ് നിത്യ ശക്തി. നിത്യ ശക്തി. ഒരു നാൾ നീ കാണുന്ന വാനത്തെയും ഭൂമിയെയും ഞാൻ പ്രസംഗിക്കുന്ന യേശു ഒരു പുസ്തക ചുരുളിനെ പോലെ അവൻ ചുരുട്ടും. ഉണ്ടാക്കി വെച്ച ദൈവങ്ങൾ ഓട്ടം പിടിക്കും, നിലവിളി ഉയരും. He will roll it off. വെളിപ്പാട് 6:14. അവൻ അന്ന് ചുരുട്ടുമെങ്കിൽ പണ്ട് ഇതിന് അവൻ വിരിച്ചതാണ്. ആമേൻ. ബൈബിളിൽ ആദ്യ വരി, ആകാശവും ഭൂമിയും അവൻ സൃഷ്ടിച്ചു. ആദ്യം അവൻ സൃഷ്ടിച്ചു. Once he spread the heaven and earth, and in future he will scroll the roll of heaven and earth. അവൻ ചുരുട്ടും. അതാണ് നിത്യ ശക്തി. അത് എസെക്കിയാവിന് അറിയാം. എസെക്കിയാവിന് അറിയാം. ഞാൻ ദൈവസന്നിധിയിൽ കരയാറുണ്ട്. നമ്മുടെ നേതാക്കൾ, നമ്മുടെ ആളുകൾ ഈ ദൈവത്തെ അറിഞ്ഞെങ്കിൽ. കാരണം 1888 മോഹൻദാസ് കരംചന്ദ് ഗാന്ധി പോർബന്ദിലെ ഒരു ലോക്കൽ മിനിസ്റ്ററുടെ മകൻ ലണ്ടനിലേക്ക് ട്രെയിൻ കയറി. കഷ്ടിച്ച് 18-19 വയസ്സ്, ഐസ് ചൂപ്പുന്ന പ്രായം. ബാരിസ്റ്റർ പഠിക്കാൻ ലണ്ടനിൽ പോയി. മാഞ്ചസ്റ്ററിൽ ഒരു ഹോട്ടലിൽ ഭക്ഷിക്കുമ്പോൾ അദ്ദേഹം തൻ്റെ ഓട്ടോബയോഗ്രഫിയിൽ എഴുതുന്നു, എ ഗുഡ് ഫ്രണ്ട്, എ ഗുഡ് ക്രിസ്ത്യൻ ഫ്രണ്ട്, ഒരു നല്ല ക്രിസ്തീയ സഹോദരൻ എനിക്കൊരു ബൈബിൾ തന്ന്. റബ ലഞ്ചന ശാലദം ജനദബ. ഒരു നല്ല ക്രിസ്തീയ സഹോദരൻ മാഞ്ചസ്റ്ററിൽ ഹോട്ടലിൽ വെച്ച് എനിക്കൊരു ബൈബിൾ തന്നിട്ട് പോയില്ല. എന്നെ അതിൽ കൈ വച്ച് സത്യം ചെയ്യിപ്പിച്ചു. ഗാന്ധി എഴുതുന്നു, തൻ്റെ സ്വീയ ചരിത്രത്തിൽ എഴുതുന്നു, എൻ്റെ കൈ ബൈബിളിൽ വെച്ച് സത്യം ചെയ്യിപ്പിച്ച്, ഐ വിൽ റീഡ്, ഞാനിത് വായിക്കും. ഞാനല്ലേ മകൻ. വീട്ടിൽ വന്ന് മുറിക്കകത്ത് കയറി ഈ പുസ്തകത്തെ എൻ്റെ ഷെൽഫിൽ ഇറങ്ങി ഉറങ്ങാൻ കിടന്ന്. ഉറക്കം വരത്തില്ല. നീ സത്യം ചെയ്ത് കൊടുത്തതാണ്. ടേക്ക് ദ ബൈബിൾ ആൻഡ് റീഡ്. നീ സത്യം ചെയ്ത് കൊടുത്തതാണ് അവന്. അവൻ എൻ്റെ പൈഡലാണ്. അവന് സത്യം ചെയ്ത് കൊടുത്താണ്. ടേക്ക് ദ ബൈബിൾ ആൻഡ് റീഡ്. അങ്ങനെ പതുക്കെ ഉൽപ്പത്തി തുറന്ന് വായിച്ച് ഒന്നും പിടികിട്ടുന്നില്ല. ഉറക്കം വന്ന് അടച്ചു വെച്ച് ഉറങ്ങി. ഉറക്കമൊന്നില്ല. നീ അവന് സത്യം ചെയ്ത് കൊടുത്തതാണ്. മനസാക്ഷി വിട്ടില്ല. അങ്ങനെ പുതിയ നിയമം വായിക്കാൻ തുടങ്ങി.
ഗിരിപ്രഭാഷണത്തിന്റെ വാക്കുകൾ ഗാന്ധിയുടെ ഉള്ളിന് തച്ച് കയറി. അതിൽ നിന്ന് ചുരന്നെടുത്ത് കുടിച്ച പാലാണ് അഹിംസ. അതുകൊണ്ടാണ് ഇന്നും നീയും ഞാൻ ഭാരതത്തിലെ കയ്യും വീശി നടക്കുന്നത്. ബൈബിൾ, ബൈബിൾ സത്യം. ഗാന്ധിയെ തൊട്ട് ഹെസക്കിയ എന്നുള്ള കർത്താവ് പറയും. ഹെസക്കിയ എന്ന് പേര് പോലും കർത്താവ് പറയത്തില്ല. എൻ്റെ ജനത്തിൻ്റെ പ്രഭു എന്നാണ്. ആമേൻ. ദ പ്രിൻസ് ഓഫ് മൈ ചിൽഡ്രൻ. 2 രാജാക്കന്മാർ 20 അത് രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. ഹെസക്കിയ യഹോവ ദൈവം അരുളി ചെയ്യും ഐസ്യ പ്രവാചകനോട് പറയും, ഇവൻ എൻ്റെ ജനത്തിൻ്റെ പ്രഭു. ഹെസക്കിയ അങ്ങനെ ജീവിച്ചവൻ മരണ വാറണ്ട് വരുന്നത് വരെ അങ്ങനെ ജീവിച്ചു. മുൻപാകത്ത് അവൻ നന്നായി ജീവിച്ചു. ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു ദൈവത്തിൻ്റെ ജനത്തിൻ്റെ പ്രഭു. 2 രാജാക്കന്മാർ 18-ാം അധ്യായം 3-ാം വചനത്തിലെ വെറും ഒരു 25-ാം വയസ്സിൽ രാജ്യത്തിൻ്റെ രാജാവായപ്പോൾ മുമ്പിൽ 2 ഡാം നിർമ്മിക്കണമോ വിഗ്രഹം നിർമ്മിക്കണമോ? ശ്രദ്ധയോട് കേൾക്കണം. ഇവന്റെ മുമ്പിൽ ജനക്ഷേമത്തിനായി വിഗ്രഹം ഉണ്ടാക്കി പോക്കണമോ ഡാം നിർമ്മിക്കണമോ? ഉള്ളിൻ്റെ ഉള്ളിൽ സ്വർഗത്തിലെ ദൈവം ഇവനോട് സംസാരിച്ച്, കാക്ക തൂറാൻ നീ വിഗ്രഹം നിർമ്മിക്കരുത്. ജനം ക്ഷേമത്തോട് പാർക്കുവാൻ വെള്ളവും വിദ്യുച്ഛക്തിയും ലഭിക്കുന്ന രീതിയിൽ ഡാം നിർമ്മിക്കുക. ബൈബിളിൽ ഉള്ളതാണോ? വായിക്കുക. 2 രാജാക്കന്മാർ 20-ാം അധ്യായം 20-ാം വചനത്തിലും 2 രാജാക്കന്മാർ 18-ാം അധ്യായം ആദ്യ വചനങ്ങളിലും ആ ദൈവ ശബ്ദം കേട്ട ഹെസക്കിയ ജെറുസലേം ദേവാലയത്തിൽ 25 വയസ്സ് ചെറുപ്പക്കാരനായ രാജാവ് അകത്തു പ്രവേശിച്ചു. അവിടെ ഉയർത്തപ്പെട്ട സകല വിഗ്രഹങ്ങളെയും ഈ ചെറുപ്പക്കാരൻ അടിച്ചു ഉടച്ച് തകർത്ത് കളഞ്ഞു. അവസാനം അവിടെ ഒരു വിഗ്രഹം നിൽപ്പുണ്ട്. അതിനൊരു മനോഹരമായ പേരവർ കൊടുത്ത് നിഗുഷ്ടൻ. പണ്ട് മോശെ ഉണ്ടാക്കി ഉയർത്തിയ പിച്ചള സർപ്പത്തെ അതുപോലെ ആലയത്തിൻ്റെ ഉള്ളിൽ കൊണ്ടുവച്ച് നിഗുഷ്ടൻ എന്ന് പേരും കേട്ട് ആളുകൾ വന്ന് ധൂപം കാട്ടാൻ തുടങ്ങി. അതിനെയും ഹെസക്കിയ വിട്ടില്ല. അടിച്ച് ഉടച്ച് പസ്പത്തെ പുറത്താക്കി. പകരം ഒരു മിനി ഡാം കെട്ടി. 2 രാജാക്കന്മാർ 20 ഒരു കുളമും ഒരു കാൽപ്പത്തിയും. ഇത് ജനത്തിന് പ്രയോജനപ്പെടും. ഒരു കുളമും വെള്ളമില്ലാതെ വരണ്ട് കിടക്കുന്ന രാജ്യത്തിൻ്റെ ജനം നന്മ പ്രാപിക്കട്ടെ. ചരിത്ര പുസ്തകങ്ങളിൽ ഭയങ്കരമായി രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. ബൈബിളിൽ 2 സ്ഥലത്തിൽ മാത്രം 553 മീറ്റർ, 1/2 കിലോമീറ്ററിന് അധികം നീളമുള്ള കാൽപ്പത്തി ടണൽ. അതിൻ്റെ താഴ്ച ഡെപ്ത് 20 ആളുകളുടെ താഴ്ച 130 അടി. അങ്ങനെ ഒരു ടണൽ നിർമ്മിച്ച് അത് ഇന്നും ഉണ്ട്. 3000 ആണ്ട് കഴിഞ്ഞിട്ടും ഇന്നും അത് ഉണ്ട്. ജനത്തിന് വെള്ളം കൊണ്ടുവരുവാൻ ഈ ആശയം ജവഹർലാൽ നെഹ്റു പഠിച്ചു. ജവഹർലാൽ നെഹ്റു ആ ആശയത്തിൽ കെട്ടിത്തീർത്തതാണ് 961 ഏപ്രിൽ 5 അന്നത്തെ ഹോം മിനിസ്റ്റർ പട്ടേലിൻ്റെ സാന്നിധ്യത്തിൽ ഗുജറാത്തിൽ നർമ്മദ ഡാം കെട്ടി ഉയർത്തി. 65 വർഷം കഴിഞ്ഞിട്ടും
രാജസ്ഥാന് കുടിവെള്ളം, ഗുജറാത്തിന് കുടിവെള്ളം, മഹാരാഷ്ട്രയ്ക്ക് കുടിവെള്ളം, മധ്യപ്രദേശത്തിന് കുടിവെള്ളം. മധ്യപ്രദേശത്തിന് വിദ്യുച്ഛക്തി, മഹാരാഷ്ട്രയ്ക്ക് വിദ്യുച്ഛക്തി, രാജസ്ഥാന് വിദ്യുച്ഛക്തി, ഗുജറാത്തിന് 4 സംസ്ഥാനങ്ങൾക്ക് വെള്ളവും കറണ്ടും കൊടുക്കുന്നത് ഈ ഡാം മുഖാന്തരമാണ്. അത് ഹെസക്കിയ കൊടുത്ത ഗൈഡൻസ് ജവഹർലാൽ നെഹ്റുവിന്. ആമേൻ, ആമേൻ, ഹല്ലേലൂയ. അപ്പോൾ പോസിറ്റീവ് സൈഡ് നാം ധ്യാനിച്ചു. ഹെസക്കിയാവിൻ്റെ പോസിറ്റീവ് സൈഡ് വിഗ്രഹത്തെ അടിച്ചുടച്ച് ജനക്ഷേമത്തിനായി കുടിവെള്ളത്തിന് ഡാം കെട്ടി, പ്രതികൂലം മൂക്കിൻ്റെ മുകളിൽ വന്നപ്പോഴും ദൈവ മഹത്വത്തിന് വിരളമായി ഒരു വാക്ക് ഉച്ചരിച്ചില്ല. അവനെ നോക്കി ദൈവത്തിൻ്റെ തക്ക സമയത്ത് മരണവാറണ്ട് വരുന്നു. ദൈവത്തിന് അത് മനോഹരം. പക്ഷെ ഇവന് ദുഃഖം. മക്കളില്ലാതെ മലടൻ. ഒരു കുഞ്ഞു കാൽ ഞാൻ കാണുമെന്ന് കാത്തിരുന്നവൻ്റെ വീട്ടിൽ മരണവാറണ്ട് വരുന്നു. 2 രാജാക്കന്മാർ 20-ാം അധ്യായം 3-ാം വചനത്തിൽ അവൻ കണ്ണീരോട് പ്രാർത്ഥിച്ചു, ദൈവമേ, ഇന്നാൾ വരെ അങ്ങേക്ക് ഞാൻ വിശ്വസ്തൻ, ഇന്നാൾ വരെ അങ്ങയുടെ സന്നിധിയിൽ ഏകാഗ്ര ഹൃദയത്തോട് ഞാൻ പ്രവർത്തിച്ചിട്ടുമുണ്ട്. അങ്ങേക്ക് അനുസരണം കെട്ടവനായി ജീവിച്ചില്ല. ഞാൻ ചെയ്തത് എല്ലാം ദൈവപ്രസാദമാണ്. ദൈവത്തിൻ്റെ പ്ലാന് മാറി. ആമേൻ. ഇവിടെയാണ് ഐസയ 57:1 വചനം പ്രസക്തം. അനർത്ഥം കാണും മുമ്പേ നീതിമാൻ ഒഴിഞ്ഞിപ്പോകുന്നു. അത് ദൈവത്തിന് അറിയാം. കാരണം അവസാനം മുമ്പേ അറിയുന്ന ദൈവം. ആമേൻ. പിന്നെ ഇവൻ നിലവിളിച്ച് ഊരുണ്ട് കരഞ്ഞ് രോഗസൗഖ്യവും ആയുസ്സും നീട്ടി വാങ്ങിയപ്പോൾ ഇവന്റെ ജീവിതം തകിടമറിഞ്ഞു. ഇവന് രോഗസൗഖ്യം കിട്ടിയപ്പോൾ ബെലോത്ത് എന്നുള്ള ശത്രു രാജാ തൻ്റെ ദൂതന്മാർ അയച്ച് കത്തും സന്മാനവും കൊടുത്തപ്പോൾ ഇവൻ അവരോട് ഷേഖൻ നടത്തി. ശ്രദ്ധിക്കണം, ശ്രദ്ധിക്കണം. ശത്രു ചിരിച്ചു വന്നാലും അവൻ ശത്രു തന്നെയാണ്. വീണു പോകരുത് നീ. ഞങ്ങളുടെ വിലാസം: മിനിസ്ട്രി ഓഫ് ജീസസ്, പ്രയർ ഗാർഡൻസ്, പോസ്റ്റ് ബോക്സ് നമ്പർ 20, ഹോസ്പിറ്റൽ ജംഗ്ഷൻ, നെയ്യാറ്റിങ്കര 695121, തിരുവനന്തപുരം. ഫോൺ നമ്പർ 0471 222 0100.